എല്ലാവർക്കും പൊളിറ്റിയുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ കോൺസ്റ്റിറ്റ്യൂഷനിലെ പ്രിയാമ്പിൾ എന്ന ഭാഗമായിരുന്നു നമ്മൾ പഠിച്ചത്. ഇന്ന് നമുക്ക് പാർട്ട് 1 പഠിക്കാം. അതാണ് യൂണിയൻ ആൻഡ് ഇറ്റ്സ് ടെറിട്ടറീസ്. യൂണിയൻ എന്താണ്, ടെറിട്ടറി എന്താണ് എന്നൊക്കെ വിശദീകരിച്ച് മനസ്സിലാക്കാനുണ്ട്. അതിനു മുമ്പ് നമ്മുടെ ഭരണഘടനയിൽ ആകെ എത്ര പാർട്ടുകൾ ഉണ്ട് എന്നറിയണ്ടേ? ഇപ്പോൾ 25 പാർട്ടുകളും 12 ഷെഡ്യൂളുകളും ഒരു പ്രിയാമ്പിളുമാണ് നമുക്കുള്ളത്. പക്ഷേ 1950 ഭരണഘടന നിലവിൽ വരുമ്പോൾ 22 പാർട്ടുകളും 8 ഷെഡ്യൂളുകളും ഒരു പ്രിയാമ്പിളുമായിരുന്നു ഉണ്ടായത്. ബാക്കി ഭരണഘടന ഭേദഗതി ചെയ്ത് കൂട്ടിച്ചേർത്തതാണ്. ഇനി നമുക്ക് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് വരാം. പാർട്ട് 1 4 ആർട്ടിക്കിളാണുള്ളത്. ആർട്ടിക്കിൾ 1, ആർട്ടിക്കിൾ 2, ആർട്ടിക്കിൾ 3, ആർട്ടിക്കിൾ 4. ആർട്ടിക്കിൾ 1 മുതൽ 4 വരെ. ആർട്ടിക്കിൾ 1 നമുക്ക് 4 ഇൻഫോർമേഷനാണ് ലഭിക്കുക. 1 രാജ്യത്തിൻ്റെ പേര്, രണ്ടാമത്തേത് ഏത് ടൈപ്പ് പൊളിറ്റിയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് എന്ന്, മൂന്നാമത്തേത് അതിൻ്റെ പ്രാദേശിക വിസ്തീർണം, അതായത് ടെറിട്ടോറിയൽ ഏരിയ, നാലാമത്തേത് സ്റ്റേറ്റ്സിൻ്റെയും ടെറിട്ടറീസിൻ്റെയും പേരുകൾ ഫസ്റ്റ് ഷെഡ്യൂളിൽ വിശദീകരിച്ചിരിക്കുന്നു എന്ന കാര്യം പരാമർശിച്ചിരിക്കുന്നത്. ഇങ്ങനെ 4 കാര്യങ്ങളാണ് പാർട്ട് 1 ഉൾക്കൊള്ളുന്നത്. ആദ്യത്തെ ഇൻഫർമേഷൻ രാജ്യത്തിൻ്റെ പേര് എന്താണെന്നുള്ളതാണ്. അതെന്താണെന്ന് നോക്കാം. ഭരണഘടന ഉണ്ടാക്കുന്നതിന് മുമ്പ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ ചർച്ചയ്ക്ക് രാജ്യത്തിൻ്റെ പേര് എന്ത് വേണമെന്ന് ചർച്ചയ്ക്ക് വെച്ചപ്പോൾ ഭൂരിപക്ഷമായി 2 അഭിപ്രായമാണ് ഉണ്ടായത്. അതിൽ ഒരു പക്ഷം ഇന്ത്യ എന്ന പേര് തിരഞ്ഞെടുത്തപ്പോൾ മറുപക്ഷം ഭാരത് എന്ന പേരായിരുന്നു ആവശ്യപ്പെട്ടത്. 2 വിഭാഗത്തെയും പരിഗണിച്ചുകൊണ്ട് ഇന്ത്യ, ദാറ്റ് ഈസ് ഭാരത് എന്ന് നമ്മുടെ രാജ്യത്തിന് പേര് നൽകി. ഏത് തരം രാഷ്ട്രീയമാണ് നമ്മൾ പിന്തുടരേണ്ടത് എന്നാണ് രണ്ടാമത്തെ വിവരം. ഇവിടെ 2 കോൺസെപ്റ്റാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒന്ന്, ഫെഡറേഷൻ. അതെന്താണെന്ന് വെച്ചാൽ സംസ്ഥാനങ്ങൾ ഒരു കരാർ മുഖേന ഒരുമിച്ച് നിന്ന് ഒരു രാജ്യമായി പ്രവർത്തിക്കുക. അമേരിക്കയാണ് ഇതിനൊരു ഉദാഹരണം. ഇവിടെ എഗ്രിമെൻ്റ് കാരണമാണ് എല്ലാവരും ഒന്നിച്ചു നിൽക്കുന്നത്. അതുകൊണ്ട് ഏതൊരു സംസ്ഥാനത്തിനും എപ്പോൾ വേണമെങ്കിലും പുറത്തേക്ക് പോയി സ്വയം ഒരു രാജ്യമാവാൻ സാധിക്കുന്നതാണ്. ഉദാഹരണമായി അലാസ്ക എന്നൊരു സ്റ്റേറ്റ് യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ നിന്ന് നാളെ മുതൽ പിന്മാറി പുതിയൊരു രാജ്യമാവാൻ തീരുമാനിച്ചാൽ അത് സംഭവിക്കാവുന്നതാണ്. എന്നാൽ നമ്മുടെ രാജ്യം ഒരു ഫെഡറേഷൻ അല്ല. ഇവിടെയാണ് യൂണിയൻ എന്ന കോൺസെപ്റ്റ് മനസ്സിലാക്കേണ്ടത്. യൂണിയനിൽ ആ രാജ്യം തന്നെ ഒറ്റ ഒരു യൂണിറ്റാണ്. ഭരണസൗകര്യത്തിന് വേണ്ടി പല സംസ്ഥാനങ്ങളായി കഷ്ണങ്ങളാക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ സംസ്ഥാനങ്ങൾക്ക് ഈ യൂണിയനിൽ നിന്ന് വേർപെട്ടു പോവാൻ അവകാശമില്ല. സംസ്ഥാനങ്ങളുടെ അതിരുകളും സ്ഥിരമല്ല എന്നതിൽ തന്നെ നമുക്കും അത് മനസ്സിലാവുന്നതാണ്. ഇന്ത്യ ഒരു യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ആണ്. അതാണ് അതിൻ്റെ പൊളിറ്റി. ഇനി മൂന്നാമത്തെ വിവരമാണ് അതിൻ്റെ ടെറിട്ടോറിയൽ ഏരിയ. ഇത് കുറച്ച് ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ടതാണ്. എക്സാമിന് ട്രിക്കി ക്വസ്റ്റ്യൻസ് വരുന്നൊരു ഭാഗമാണ് ഇത്. അതായത് ഇന്ത്യയുടെ ടെറിട്ടറി എന്ന് വെച്ചാൽ 3 ഭാഗങ്ങൾ കൂടിയതാണ്. ഒന്നാമത്തെ ഭാഗമാണ് ടെറിട്ടറി ഓഫ് ദ സ്റ്റേറ്റ്സ്, എല്ലാ സംസ്ഥാനങ്ങളും കൂടിയത്. ഇതിനെ യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് കൂടി പറയും. സംസ്ഥാനങ്ങൾ മാത്രമാണ് ഇതിൽ ഉൾപ്പെടുക. രണ്ടാമത്തെ ഭാഗമാണ് യൂണിയൻ ടെറിട്ടറീസ്, കേന്ദ്രഭരണ പ്രദേശങ്ങൾ. മൂന്നാമത്തേതാണ് ഭാവിയിൽ ഇന്ത്യ ഏറ്റെടുത്തേക്കാവുന്ന പ്രദേശങ്ങൾ. രാജ്യത്തിൻ്റെ ടെറിട്ടറി എന്ന് പറയുന്നത് വലിയൊരു ആശയമാണെന്ന് മനസ്സിലായില്ലേ? യൂണിയൻ ഓഫ് ഇന്ത്യയെക്കാളും വലുതാണ് ടെറിട്ടറി ഓഫ് ഇന്ത്യ എന്ന ആശയം. യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന ആശയത്തിൽ യൂണിയൻ ടെറിട്ടറീസ് അഥവാ കേന്ദ്രഭരണ പ്രദേശം ഇല്ലെന്നുകൂടി ഓർത്തു വെക്കണം. അടുത്ത വിവരമാണ് ഷെഡ്യൂൾ 1 ഈ സ്റ്റേറ്റ്സിൻ്റെയും യൂണിയൻ ടെറിട്ടറീസിൻ്റെയും ഒക്കെ പേരുകൾ വിവരിച്ചിരിക്കുന്നു എന്നത്. ഇത്രയും കാര്യങ്ങളാണ് ആർട്ടിക്കിൾ 1 ഉൾപ്പെട്ടിട്ടുള്ളത്.
ആർട്ടിക്കിൾ 2 ആർട്ടിക്കിൾ 3 പാർലമെന്റിന്റെ അധികാരത്തെക്കുറിച്ചാണ് വിവരിക്കുന്നത്. ആദ്യം ആർട്ടിക്കിൾ 2 നോക്കാം. ഇവിടെ യൂണിയൻ ഓഫ് ഇന്ത്യയിലേക്ക് പുതിയൊരു സംസ്ഥാനത്തെ ഉൾപ്പെടുത്താനുള്ള അധികാരം പാർലമെന്റിനാണ് ഉള്ളത് എന്ന് പറയുന്നു. ചിലപ്പോൾ അതൊരു യൂണിയൻ ടെറിട്ടറി ആവാം, അല്ലെങ്കിൽ പുതിയൊരു പ്രദേശം രാജ്യത്തിൻ്റെ ടെറിട്ടറിയിൽ ഉൾപ്പെടുത്തുമ്പോൾ പുതിയൊരു സംസ്ഥാനമായി തന്നെ ഉൾപ്പെടുത്താം. ഉദാഹരണമായി പറഞ്ഞാൽ 1975 ഏപ്രിൽ 25 സിക്കിമിനെ ഒരു സംസ്ഥാനമാക്കി. ഇങ്ങനെ മാറ്റാനുള്ള പാർലമെന്റിന്റെ അധികാരമാണ് ആർട്ടിക്കിൾ 2 പറയുന്നത്. ഇവിടെ യൂണിയൻ ഓഫ് ഇന്ത്യയുടെ പാർട്ട് അല്ലാത്തൊരു പ്രദേശത്തിന് യൂണിയൻ ഓഫ് ഇന്ത്യയിലേക്ക് ഉൾപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. കുറച്ചുകൂടി വ്യക്തത വരുത്താൻ വേറൊരു ഉദാഹരണം കൂടി നോക്കാം. ഡൽഹി എടുക്കാം. അതൊരു യൂണിയൻ ടെറിട്ടറി ആണല്ലോ. കേജ്രിവാൾ പലപ്പോഴായി ഡൽഹിക്ക് സ്റ്റേറ്റ്ഹുഡ് വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഭാവിയിൽ അതിനൊരു സംസ്ഥാനമാക്കണമെങ്കിൽ ഡൽഹി ഗവൺമെൻറ്റോ പ്രസിഡൻറ്റോ ലഫ്റ്റനന്റ് ഗവർണറോ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയോ അല്ല അത് തീരുമാനിക്കുന്നത്. ആർട്ടിക്കിൾ 2 ഉപയോഗിച്ചുകൊണ്ട് പാർലമെൻറ്റിനാണ് അത് തീരുമാനിക്കാൻ സാധിക്കുക. വേറൊരു സമീപകാല ഉദാഹരണം നോക്കാം. ലഡാക്കും സ്റ്റേറ്റ്ഹുഡിനു വേണ്ടി ആവശ്യം ഉന്നയിക്കുന്നത് നമുക്കറിയാം. ലഡാക്കിനെ ഒരു സംസ്ഥാനമാക്കണമെങ്കിൽ പാർലമെൻറ്റാണ് തീരുമാനിക്കേണ്ടത്. അടുത്തത് ആർട്ടിക്കിൾ 3 വീണ്ടും പാർലമെൻറ്റിൻ്റെ അധികാരത്തെക്കുറിച്ച് തന്നെയാണ് വിശദീകരിക്കുന്നത്. ആർട്ടിക്കിൾ 3 പറയുന്നത് നിലവിലുള്ള സംസ്ഥാനങ്ങളെ മാറ്റം വരുത്തി പുതിയൊരു സംസ്ഥാനമാക്കുന്നതിനെ കുറിച്ചാണ്. ഒന്നുകിൽ ഒരു സംസ്ഥാനത്തിൽ നിന്ന് ഒരു ഭാഗം മാറ്റി പുതിയൊരു സംസ്ഥാനമാക്കുക, അല്ലെങ്കിൽ ഒന്നിലധികം സംസ്ഥാനങ്ങളെ ഒന്നിച്ചാക്കി ഒറ്റ സംസ്ഥാനമാക്കുക, അല്ലെങ്കിൽ നിലവിലുള്ള സംസ്ഥാനത്തിൻ്റെ അതിർത്തിയിൽ മാറ്റം വരുത്തുക, വിസ്തീർണം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുക, സംസ്ഥാനത്തിൻ്റെ പേരിന് മാറ്റം വരുത്തുക. ഇതൊക്കെയും പാർലമെന്റിന്റെ അധികാരത്തിൽ വരുന്നു എന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 3. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി? പാർലമെന്റിന്റെ അധികാരം ആർട്ടിക്കിൾ 2 യൂണിയൻ ഓഫ് ഇന്ത്യയുടെ ഭാഗമല്ലാത്തതിനെ മാറ്റം വരുത്തി യൂണിയനിലേക്ക് ചേർക്കാനും ആർട്ടിക്കിൾ 3 യൂണിയൻ ഓഫ് ഇന്ത്യയുടെ ഭാഗമായതിനെ മാറ്റം വരുത്തുന്നതിനുമാണെന്ന്. ഇതിനൊരു ഉദാഹരണമാണ് 2014 തെലങ്കാനയെ ആന്ധ്രയിൽ നിന്ന് വേർപിരിച്ചെടുത്ത് 2 സംസ്ഥാനങ്ങളാക്കിയത്. ഭാവിയിൽ കേരളത്തിൻ്റെ വിസ്തീർണത്തിൽ മാറ്റം വരുത്തി ചെറുതോ വലുതോ ആക്കാനോ, കർണാടകയിൽ നിന്ന് ഒരു ഭാഗം എടുത്ത് കേരളത്തോട് ചേർക്കാനോ, അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഏതെങ്കിലും ഭാഗം തമിഴ്നാടിനോട് കൂട്ടിച്ചേർക്കാനോ പാർലമെന്റ് തീരുമാനിച്ചാൽ മതിയാവും. സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരിന് ഒരു അധികാരവുമില്ല. ഇങ്ങനെയൊക്കെയാണെങ്കിലും പ്രാക്ടിക്കലി എന്താണ് ചെയ്യുക എന്ന് വെച്ചാൽ, ഇങ്ങനെ മാറ്റം വരുത്താനുള്ള ബില്ല് പാർലമെന്റിൽ മുന്നോട്ട് വയ്ക്കാൻ പ്രസിഡന്റിന്റെ മുൻകൂർ അനുവാദം വാങ്ങിക്കണം. എന്നിട്ട് പ്രസിഡന്റ് അതത് സംസ്ഥാന സർക്കാരിനെ അറിയിക്കും എന്താണ് വിഷയമെന്ന്. ആന്ധ്ര തെലങ്കാനയുടെ കാര്യത്തിൽ പ്രസിഡന്റ് ആന്ധ്ര സർക്കാരിൻ്റെ അഭിപ്രായമോ നിർദ്ദേശമോ ചോദിക്കും. 14 ദിവസമാണ് ഇതിന് നൽകുക. എന്നാൽ സംസ്ഥാന സർക്കാരിൻ്റെ അഭിപ്രായം പരിഗണിക്കുകയോ പരിഗണിക്കപ്പെടാതിരിക്കുകയോ ചെയ്യാം. കാരണം പാർലമെന്റിനാണ് തീരുമാനം മാറ്റണോ വേണ്ടയോ എന്നതിനുള്ള അധികാരം. അതിനർത്ഥം സംസ്ഥാന സർക്കാർ എതിർത്താലോ ഏതെങ്കിലും നിർദ്ദേശം ഉന്നയിച്ചാലോ പാർലമെന്റ് അത് മാനിക്കണം എന്നൊരു നിർബന്ധവുമില്ല. ഇനി നമുക്ക് ആർട്ടിക്കിൾ 4 നോക്കാം. ഇത് എന്താണെന്ന് വെച്ചാൽ, നേരത്തെ നമ്മൾ പറഞ്ഞ ആർട്ടിക്കിൾ 2 ആർട്ടിക്കിൾ 3 ഉപയോഗിച്ച് പാർലമെന്റിന് മാറ്റങ്ങൾ വരുത്താനുള്ള അധികാരങ്ങൾ ഉപയോഗിക്കാൻ ഭരണഘടന ഭേദഗതി ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ്. മറിച്ച് സാധാരണ ഒരു നിയമനിർമ്മാണ പ്രക്രിയ മതി. അതായത് കേവല ഭൂരിപക്ഷം മാത്രം മതി. ഇപ്പോഴൊരു സംശയം വരാം. 2015 100ാമത്തെ ഭരണഘടനാ ഭേദഗതി നിയമം ഉപയോഗിച്ചാണല്ലോ ഇന്ത്യയും ബംഗ്ലാദേശും കുറച്ച് കോൺക്ലേവ്സ് എക്സ്ചേഞ്ച് ചെയ്തത്. അതായത് ഇന്ത്യയും ബംഗ്ലാദേശും കുറച്ചു ഭാഗം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറി അതിൻ്റെ അതിർത്തി നീറ്റാക്കിയതാണ്. അപ്പം അതാണ് 100th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ്.
അപ്പോൾ അവിടെ ഒരു ഭേദഗതിയുടെ ആവശ്യം വന്നിട്ടുണ്ടല്ലോ. പക്ഷേ ആർട്ടിക്കിൾ 4 അങ്ങനെ ഒരു അമെൻമെൻറ്റിൻ്റെ ആവശ്യം ഇല്ല എന്ന് പറയുന്നു. അതെന്താണെന്ന് വെച്ചാൽ വേറൊരു രാജ്യവുമായിട്ടാണ് നമ്മുടെ ഏരിയ കൈമാറിയിട്ടുള്ളത്. നമ്മുടെ രാജ്യത്തിൻ്റെ ഏതെങ്കിലും ചെറിയ ഭാഗമാണെങ്കിൽ കൂടി വേറൊരു രാജ്യത്തിന് കൊടുക്കുകയാണെങ്കിൽ ഭരണഘടന ഭേദഗതി ചെയ്യേണ്ടി വരും. അത് 1960 ബേറുബാരി കേസിൽ വ്യക്തമാക്കുന്നുണ്ട്. ഈ കേസ് എന്താണെന്ന് വെച്ചാൽ വെസ്റ്റ് ബംഗാളിലെ ബേറുബാരി എന്നൊരു പ്രദേശത്തിൻ്റെ അവകാശത്തെ ചൊല്ലി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ളൊരു തർക്കമായിരുന്നു. ഇതിൽ സുപ്രീം കോടതി വിധി എന്തെന്നാൽ രാജ്യത്തിൻ്റെ ഒരു ഭാഗം നൽകുകയാണെങ്കിൽ ആർട്ടിക്കിൾ 2 or 3 ഉപയോഗിക്കാൻ പാടുള്ളതല്ല. മറിച്ച് ആർട്ടിക്കിൾ 368 ഉപയോഗിച്ച് ഭരണഘടനാ ഭേദഗതി ചെയ്യേണ്ട ആവശ്യമുണ്ടെന്നാണ്. യൂണിയൻ ടെറിട്ടറീസിലും ഇതുപോലെ മാറ്റങ്ങൾ വരുത്താനും അമെൻമെൻറ്റിൻ്റെ ആവശ്യമുണ്ട്. ഓരോ സംസ്ഥാനത്തിൻ്റെയും യൂണിയൻ ടെറിട്ടറീസിൻ്റെയും ഒക്കെ പേരുകൾ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് ഷെഡ്യൂൾ 1 ഇപ്പോഴുള്ള 28 സംസ്ഥാനങ്ങളും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളും രൂപപ്പെട്ടതെങ്ങനെ എന്ന് നമുക്കിനി മനസ്സിലാക്കാം. ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് അവർ ഭരിക്കുന്ന ബ്രിട്ടീഷ് പ്രവിശ്യകളും നാട്ടുരാജാക്കന്മാർ ഭരിക്കുന്ന നാട്ടുരാജ്യങ്ങളും ഉൾപ്പെടുന്നതാണല്ലോ നമ്മുടെ ഇന്നത്തെ ഇന്ത്യ. 1920 തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ രൂപീകരിക്കണം എന്നൊരാവശ്യം ഉന്നയിക്കുന്നുണ്ട്. കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ ലക്ഷ്യമായിരുന്നു അത്. പിന്നീട് 1945-46 കോൺഗ്രസിൻ്റെ തിരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലും ഈ കാര്യം വീണ്ടും അവർ പറയുന്നുണ്ട്. അതായത് കോൺഗ്രസ് ജയിച്ചാൽ ഭാഷാടിസ്ഥാനത്തിലായിരിക്കും സംസ്ഥാനങ്ങളെ രൂപീകരിക്കുകയെന്ന്. 1947 ഓഗസ്റ്റ് 15 നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു. അതിനുശേഷം കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് സംസ്ഥാനങ്ങൾ ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിച്ചാൽ ഇന്ത്യയുടെ നാനാത്വത്തിൽ ഏകത്വം എന്നൊരു ആശയം ഇല്ലാതാകുമോ, അതിനൊരു കോട്ടം തട്ടുമോ എന്നൊരു സംശയം ഉടലെടുത്തു. അതുകൊണ്ട് ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ രൂപീകരിക്കേണ്ട ആവശ്യമില്ല എന്നൊരു തീരുമാനമെടുത്തു. പക്ഷേ 1920 മുതൽ 47 വരെ ആകുമ്പോഴേക്കും 27 വർഷത്തിൽ ജനങ്ങൾക്ക് ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ വേണം എന്നൊരാവശ്യം മൂർച്ചയേറിയിരുന്നു. ഉദാഹരണമായി പറഞ്ഞാൽ മദ്രാസ് പ്രവിശ്യയിൽ നിന്ന് തെലുഗു ഭാഷ സംസാരിക്കുന്നവർക്ക് വേറെ തന്നെ ഒരു സംസ്ഥാനം. തമിഴിൽ നിന്ന് വളരെ വ്യത്യസ്തമാണല്ലോ തെലുഗു. അതുപോലെ രാജ്യത്തിൻ്റെ പല ഭാഗത്തു നിന്നും പലരും അവരവരുടെ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കാൻ വേണ്ടി സമരങ്ങൾ തുടങ്ങി. 1948 ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് പ്രസിഡന്റ് ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഒരു തീരുമാനം എടുത്തു. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ രൂപീകരിക്കുകയോ വേണ്ടയോ എന്നറിയാൻ ഒരു ലിംഗ്വിസ്റ്റിക് പ്രൊവിൻസ് കമ്മീഷനെ നിയോഗിക്കാൻ. അങ്ങനെ 1948 ജൂൺ 17 അലഹബാദ് കോർട്ടിലെ റിട്ടയർഡ് ജഡ്ജായിരുന്ന SK ദർറിനെ ചെയർമാനാക്കിക്കൊണ്ട് ആദ്യമായി ഒരു ലിംഗ്വിസ്റ്റിക് പ്രൊവിൻസ് കമ്മീഷൻ നിയോഗിച്ചു. അതിനാൽ ഇതിനെ ദർ കമ്മീഷൻ എന്നുകൂടി പറയുന്നു. അതേ വർഷം ഒക്ടോബറിൽ ഡോക്ടർ BR അംബേദ്കർ ദർ കമ്മീഷന് ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ രൂപീകരിക്കുന്നതിൻ്റെ നല്ല വശത്തെക്കുറിച്ച് വിശദീകരിച്ചുകൊണ്ട് ഒരു മെമ്മറാൻഡം സമർപ്പിച്ചു. ബോംബെയിൽ നിന്ന് മറാഠി സംസാരിക്കുന്ന മഹാരാഷ്ട്ര എന്നൊരു സംസ്ഥാനം രൂപീകരിക്കുന്ന കാര്യം സംസാരിക്കാൻ വേണ്ടിയായിരുന്നു അത്. ആ വർഷം ഡിസംബറിൽ വന്ന കമ്മീഷന്റെ റിപ്പോർട്ടിൽ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ രൂപീകരിക്കുന്നത് പാടെ നിഷേധിച്ചു. ഭരണസൗകര്യത്തിനായിരിക്കണം സംസ്ഥാനങ്ങൾ രൂപീകരിക്കേണ്ടത് എന്നുകൂടി ഉണ്ടായിരുന്നു. പക്ഷേ ജനങ്ങൾ കോപാകുലരായി. അതിനാൽ 48 ഡിസംബറിൽ തന്നെ കോൺഗ്രസ് അവരുടെ ഒരു ലിംഗ്വിസ്റ്റിക് പ്രൊവിൻസ് കമ്മിറ്റിയെ നിയമിച്ചു. അതാണ് JVP കമ്മിറ്റി. ജവഹർലാൽ നെഹ്റു, വല്ലഭായ് പട്ടേലും പട്ടാഭി സീതാരാമയ്യയും കൂടിയാണ് ഈ കമ്മിറ്റി. ഈ കമ്മിറ്റി ദർ കമ്മീഷന്റെ റിപ്പോർട്ടിനെ പിന്തുണച്ചുകൊണ്ട് 49 ഏപ്രിലിൽ റിപ്പോർട്ട് സമർപ്പിച്ചു.
വീണ്ടും ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ രൂപീകരിക്കേണ്ട ആവശ്യമില്ല എന്ന് തന്നെയായിരുന്നു തീരുമാനം. 1950 നമ്മുടെ ഭരണഘടന നിലവിൽ വന്നു. അതിൽ സംസ്ഥാനങ്ങളെ 4 തരത്തിലായിട്ടാണ് വേർതിരിച്ചത്. പാർട്ട് എ, പാർട്ട് ബി, പാർട്ട് സി, പാർട്ട് ഡി എന്നിങ്ങനെ. പാർട്ട് എയിൽ 9 ബ്രിട്ടീഷ് പ്രവിശ്യകളായിരുന്നു ഉണ്ടായത്. മദ്രാസ്, ബോംബെ, മധ്യപ്രദേശ്, ഒറീസ, വെസ്റ്റ് ബംഗാൾ, ബീഹാർ, അസം, യുണൈറ്റഡ് പ്രൊവിൻസ്, പഞ്ചാബ് എന്നിങ്ങനെ 9 എണ്ണം. പാർട്ട് ബിയിൽ നിയമസഭയുള്ള നാട്ടുരാജ്യങ്ങളായിരുന്നു കൊച്ചി, തിരുവിതാംകൂർ, മൈസൂർ, ഹൈദരാബാദ്, മധ്യഭാരത്, സൗരാഷ്ട്ര, രാജസ്ഥാൻ, പട്യാല ആൻഡ് ഈസ്റ്റ് പഞ്ചാബ്, ജമ്മു ആൻഡ് കശ്മീർ, വിന്ധ്യപ്രദേശ് എന്നിങ്ങനെ 9 എണ്ണം. പാർട്ട് സിയിൽ ബാക്കിയുണ്ടായിരുന്ന നാട്ടുരാജ്യങ്ങളും ചീഫ് കമ്മീഷണേഴ്സ് പ്രൊവിൻസസും ആയിരുന്നു. കൂർഗ്, ഭോപ്പാൽ, കച്ച്, അജ്മീർ, ബിലാസ്പൂർ, ഹിമാചൽ പ്രദേശ്, ഡൽഹി, കൂച്ച് ബിഹാർ, മണിപ്പൂർ, ത്രിപുര എന്നിങ്ങനെ 10 എണ്ണമായിരുന്നു അതിൽ. പാർട്ട് ഡിയിൽ ആൻഡമാൻ ദ്വീപും നിക്കോബാർ ദ്വീപുമായിരുന്നു ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ 1953 വീണ്ടും സമരങ്ങൾ ശക്തമായി. മദ്രാസിൽ നിന്ന് തെലുഗു സംസാരിക്കുന്ന ആന്ധ്ര എന്നൊരു സംസ്ഥാനം വേണമെന്നൊരാവശ്യം ഉന്നയിച്ചുകൊണ്ട് പൊറ്റി ശ്രീരാമലു 56 ദിവസത്തെ നിരാഹാരം കിടന്ന് അന്തരിച്ചു. ശേഷം സമരത്തിന് ശക്തി കൂടി. ക്രമസമാധാനം നഷ്ടപ്പെടുത്തുന്ന തരത്തിലേക്ക് എത്തിയപ്പോൾ ഇന്ത്യൻ ഗവൺമെൻറ്റിന് ഭാഷാടിസ്ഥാനത്തിൽ ആന്ധ്ര എന്നൊരു സംസ്ഥാനം രൂപീകരിക്കുന്നത് അംഗീകരിച്ചു കൊടുക്കേണ്ടി വന്നു. അതോടെ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് കൂടുതൽ സംസ്ഥാനങ്ങൾക്ക് വേണ്ടിയുള്ള ആവശ്യം ഉയർന്നു. അതിനാൽ അതേ വർഷം 1953 തന്നെ കോൺഗ്രസ് ഫസൽ അലിയുടെ ചെയർമാൻഷിപ്പിൽ 3 മെമ്പർമാരുള്ള സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മീഷൻ നിയോഗിച്ചു. 1955 സെപ്റ്റംബറിൽ ഫസൽ അലി കമ്മീഷൻ അവരുടെ റിപ്പോർട്ട് സമർപ്പിച്ചു. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ രൂപീകരിക്കാം എന്നായിരുന്നു ഇവരുടെ റിപ്പോർട്ട്. പക്ഷേ ഒരു ഭാഷ ഒരു സംസ്ഥാനം എന്ന സിദ്ധാന്തം നിഷേധിച്ചു. കാരണം ഓരോ ഭാഷയ്ക്കും ഓരോ സംസ്ഥാനം രൂപീകരിച്ചാൽ നമുക്കറിയാം ഇന്ത്യയിൽ കുറേ ചെറിയ ചെറിയ സംസ്ഥാനങ്ങൾ രൂപീകരിക്കേണ്ടി വരുമെന്ന്. ഫസൽ അലി കമ്മീഷന്റെ റിപ്പോർട്ട് പ്രകാരം പാർലമെന്റ് ഒരു നിയമം പാസാക്കി. അതാണ് 1956 സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ ആക്ട്. അത് പ്രകാരം ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ള പാർട്ട് എ, ബി, സി, ഡി എന്നീ ക്ലാസിഫിക്കേഷൻ എടുത്തു മാറ്റി സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും ഉള്ള ക്ലാസിഫിക്കേഷനാക്കി മാറ്റി. പാർട്ട് എയും ബിയും കൂടി ഒരുമിച്ചാക്കി സംസ്ഥാനങ്ങളെന്നും പാർട്ട് സിയും ഡിയും ഒരുമിച്ചാക്കി കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് ആക്കിയത്. 14 സ്റ്റേറ്റ്സും 6 യൂണിയൻ ടെറിട്ടറീസുമാണ് പുതിയ ക്ലാസിഫിക്കേഷൻ ഉണ്ടായത്. അതിനുശേഷം പല മാറ്റങ്ങളും വന്നു. 2ൻ്റെയും എണ്ണം വർദ്ധിച്ചു. ഈ ലിസ്റ്റ് നോക്കിയാൽ ഓരോ സംസ്ഥാനവും കേന്ദ്രഭരണ പ്രദേശങ്ങളും ഉണ്ടായ വർഷങ്ങൾ മനസ്സിലാവും. 1960 ബോംബെയെ വിഭജിച്ച് മറാഠി സംസാരിക്കുന്ന മഹാരാഷ്ട്രയും ഗുജറാത്തി സംസാരിക്കുന്ന ഗുജറാത്ത് എന്ന സംസ്ഥാനവുമാക്കി. 1954 പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത ശേഷം 1961 10ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് പ്രകാരം ദാദ്ര ആൻഡ് നാഗർ ഹവേലിയെ ഒരു കേന്ദ്രഭരണ പ്രദേശമാക്കി മാറ്റി. 62 12ാമത്തെ അമെൻമെൻറ്റ് വഴി ഗോവയെയും ദാമൻ ആൻഡ് ദിയു കൂടി കേന്ദ്രഭരണ പ്രദേശങ്ങളാക്കി. പിന്നീട് 87 ഗോവയെ സംസ്ഥാനമാക്കി മാറ്റി. അതുപോലെ 54 ഫ്രഞ്ചിൽ നിന്ന് പിടിച്ചെടുത്ത പോണ്ടിച്ചേരിയെ 62 14ാമത്തെ അമെൻമെൻറ്റ് വഴി കേന്ദ്രഭരണ പ്രദേശമാക്കി മാറ്റിയിരുന്നു. 63 അസമിൽ നിന്ന് നാഗാലാൻഡിനെ വേർതിരിച്ചു. 66 ചണ്ഡീഗഡും ഹരിയാനയും ഹിമാചൽ പ്രദേശും രൂപീകരിക്കുന്നുണ്ട്. അതെങ്ങനെയെന്ന് വെച്ചാൽ 66 അകാലിദൾ
സിഖുകാർക്ക് പ്രത്യേക സംസ്ഥാനം വേണം എന്നൊരാവശ്യം ഉന്നയിച്ചപ്പോൾ ഒരു കമ്മീഷനെ നിയമിച്ചു. അതാണ് ഷാ കമ്മീഷൻ. അവരുടെ റിപ്പോർട്ട് പ്രകാരം പഞ്ചാബിനെ 3 വിഭജിച്ചു. പഞ്ചാബി സംസാരിക്കുന്ന പഞ്ചാബ് എന്ന സംസ്ഥാനവും ഹിന്ദി ഭാഷ സംസാരിക്കുന്ന ഹരിയാന എന്നൊരു സംസ്ഥാനവും ബാക്കി വന്ന ഹില്ലി ഏരിയാസിനെ ഹിമാചൽ പ്രദേശ് എന്നൊരു കേന്ദ്രഭരണ പ്രദേശവുമാക്കി. ഈ ഹിമാചൽ പ്രദേശിനെ 71 സംസ്ഥാനമാക്കി മാറ്റുന്നുണ്ട്. 1969 22ാമത്തെ അമെൻമെൻറ്റ് പ്രകാരം മേഘാലയയെ അസമിൻ്റെ ഒരു സബ് സ്റ്റേറ്റ് ആക്കി. പിന്നീട് 72 അതിനെ ഒരു സംസ്ഥാനമാക്കി മാറ്റുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ മണിപ്പൂരിനെയും ത്രിപുരയെയും സംസ്ഥാനങ്ങളാക്കുന്നുണ്ട്. കൂടാതെ മിസോറമിനെയും അരുണാചൽ പ്രദേശിനെയും കേന്ദ്രഭരണ പ്രദേശങ്ങളും ആക്കുന്നുണ്ട്. 74 35ാം അമെൻമെൻറ്റ് പ്രകാരം സിക്കിമിനെ ഒരു അസോസിയേറ്റ് സ്റ്റേറ്റ് ആക്കുന്നുണ്ട്. ശേഷം അടുത്ത വർഷം തന്നെ 36ാമത്തെ അമെൻമെൻറ്റ് പ്രകാരം അതിനെ ഒരു സംസ്ഥാനമാക്കുന്നുണ്ട്. 87 മിസോറമും അരുണാചൽ പ്രദേശും ഗോവയെയും കേന്ദ്രഭരണ പ്രദേശങ്ങളാക്കി മാറ്റുന്നുണ്ട്. 92 1991 62ാം അമെൻമെൻറ്റ് വഴി കേന്ദ്രഭരണ പ്രദേശമായ ഡൽഹിയെ നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറി ഓഫ് ഡൽഹി എന്ന പ്രത്യേക പദവി നൽകുന്നുണ്ട്. 2000 ബീഹാറിൽ നിന്ന് ജാർഖണ്ഡും UPയിൽ നിന്ന് ഉത്തരാഞ്ചലും MP-യിൽ നിന്ന് ഛത്തീസ്ഗറും അങ്ങനെ 3 സംസ്ഥാനങ്ങളെ രൂപീകരിക്കുന്നുണ്ട്. 2006 ഉത്തരാഞ്ചൽ എന്ന സംസ്ഥാനത്തിൻ്റെ പേര് മാറ്റി ഉത്തരാഖണ്ഡ് എന്നും പോണ്ടിച്ചേരിയെ പുതുച്ചേരി എന്നും മാറ്റം വരുത്തുന്നുണ്ട്. അതുപോലെ 2011 ഒറീസയുടെ പേര് മാറ്റി ഒഡീഷ എന്നുമാക്കുന്നുണ്ട്. അവസാനം വന്ന മാറ്റങ്ങളാണ് 2014 ആന്ധ്രയിൽ നിന്ന് തെലങ്കാന എന്ന സംസ്ഥാനം രൂപീകരിച്ചതും 2019 ജമ്മു ആൻഡ് കശ്മീർ റീഓർഗനൈസേഷൻ ആക്ട് പ്രകാരം ജമ്മു ആൻഡ് കശ്മീർ എന്ന സംസ്ഥാനത്തെ ജമ്മു ആൻഡ് കശ്മീർ, ലഡാക്ക് എന്നിങ്ങനെ 2 കേന്ദ്രഭരണ പ്രദേശങ്ങളാക്കിയതും 2020 മെർജർ ഓഫ് UT ആക്ട് 2019 പ്രകാരം കേന്ദ്രഭരണ പ്രദേശമായ ദാദ്ര ആൻഡ് നഗർ ഹവേലിയും ഡാമൻ ആൻഡ് ഡിയും ഒന്നിച്ചാക്കിയതുമൊക്കെ. ഇത്രയുമാണ് പാർട്ട് 1 നമുക്ക് പഠിക്കാനുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് വ്യക്തമായി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടുതൽ വിവരങ്ങളുണ്ടെങ്കിൽ കമൻസിലൂടെ രേഖപ്പെടുത്തി എന്നെ അറിയിക്കാനും മറക്കരുത്. നന്ദി, നമസ്കാരം.